നമസ്കാരം. കേരളത്തിൽ SSLC കഴിഞ്ഞ് ഉപരിപഠനത്തിന് യോഗ്യത നേടുന്നവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന നിരീക്ഷണം വസ്തുതാവിരുദ്ധമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുള്ളത് പൊതുസമൂഹം ഉൾക്കൊള്ളുന്ന ആവശ്യമാണ്. അതിനുള്ള കൂടുതൽ പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള SCERT അടക്കമുള്ള വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രീ പ്രൈമറി തലം തൊട്ട് പാഠ്യപദ്ധതി പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി വരുന്നുമുണ്ട്. അധ്യാപകർക്ക് സമയാസമയം പരിശീലനം ലഭിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള നൂതന ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകി വരികയാണ്. 1ാം ക്ലാസ് പിന്നിടുന്ന വിദ്യാർത്ഥി മലയാളം അക്ഷരമാല പഠിക്കുമെന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രീ പ്രൈമറി, പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. അക്കാദമിക മികവിൻ്റെ കാര്യത്തിൽ കേരളം ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അടക്കം കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ വികസന സൂചികകളിൽ കേരളം ഇപ്പോഴും പ്രഥമ ശ്രേണിയിൽ തന്നെയാണ്. മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അടർത്തി എടുത്താണ് ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രസംഗം മൊത്തം കേട്ടാൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുള്ള അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് എന്ന് വ്യക്തമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. അതേസമയം സംസ്ഥാനത്ത് SSLC പാസ്സായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ല എന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ്റെ വാദം. ആലപ്പുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ജയിച്ചവരിൽ നല്ലൊരു ശതമാനത്തിനും എഴുതാനോ വായിക്കാനോ അറിയില്ല. പണ്ടൊക്കെ SSLCക്ക് 210 മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ്. ആരെങ്കിലും SLC തോറ്റാൽ സർക്കാരിൻ്റെ പരാജയമായി ചിത്രീകരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിന് ഇറങ്ങും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ജയിപ്പിക്കുകയാണ് സർക്കാരിൻ്റെ നല്ല കാര്യമെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പഠന നിലവാരം കൂടുതൽ ദ്രുതഗതിയിൽ മെച്ചപ്പെടുത്തണം എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണെന്നായിരുന്നു ഇതിന് മന്ത്രി വി ശിവൻകുട്ടി നൽകിയ മറുപടി. അതിനുള്ള കൂടുതൽ പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടക്കുന്നുണ്ട്. സജി ചെറിയാൻ നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ മാത്രം എടുത്താണ് ഇപ്പോൾ വിവാദമുണ്ടാക്കുന്നത്. പ്രസംഗം മുഴുവൻ കേട്ടാൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുള്ള അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് എന്ന് വ്യക്തമാണെന്നും ശിവൻകുട്ടി പറഞ്ഞിരുന്നു. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനമാണ് കേരളം. ഒരു വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അടക്കം കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ സൂചികകളിൽ കേരളം 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയുണ്ട് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഇത്തരത്തിൽ SLCക്ക് വ്യാപകമായി വിജയശതമാനം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന് എതിരെ ഉണ്ടായിരുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും ജയിക്കുന്ന അവസ്ഥ വന്നാൽ SSLCക്ക് എന്ത് പ്രാധാന്യമാണ് കുട്ടികൾ കൊടുക്കുക എന്ന ചോദ്യമാണ് അന്ന് ഉയർന്നു വന്നത്. പക്ഷേ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാദം.